അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് തീർച്ചയായിട്ടും മുഹറം 10-ന്റെ രാവ് നമ്മളിലേക്ക് ഏതാനും നിമിഷം കൊണ്ട് സമാഗതമാവുകയാണ്. തീർച്ചയായിട്ടും ഈ മുഹറം 10-ന്റെ ഈ സുദിനത്തിൽ ഒരുപാട് പോരിശകളും ഒരുപാട് പ്രത്യേകതകളും ഒരുപാട് സവിശേഷതകളും നിറഞ്ഞ സുന്ദരമായ സുദിനമാണ് മുഹറം 10-ന്റെ ദിനം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠർ എന്ന് പറയുന്നത് മനുഷ്യരാണ്. മനുഷ്യരെ കഴിഞ്ഞിട്ടുള്ളൂ സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമർ എന്ന് പറയുന്നത്. അത് തീർച്ചയായിട്ടും നമ്മളെ ഖുർആനിൽ തന്നെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. അതിനാൽ നമ്മുടെ പിതാവായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ജന്മം ഉടലെടുത്തത് ജന്മദിനം ഈ സുന്ദരമായ മുഹറം 10-ന്റെ ദിനത്തിലാണ്. അതിനാൽ തന്നെ മുഹറം 10-ന്റെ ഈ സുദിനത്തിൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഈ ഭൂമിയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചുവിട്ടത്, സൃഷ്ടിച്ചത്, സൃഷ്ടിപ്പിന്റെ ആരംഭം തന്നെ ഈ മുഹറം 10-ന്റെ സുദിനത്തിലാണ്. അതുപോലെ തന്നെ രണ്ടാമത് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് രക്ഷ പ്രാപിച്ചത് ഈ ഒരു സുന്ദര നിമിഷത്തിലാണ്. അതുപോലെ തന്നെ മൂന്നാമതായി ഈ ഭൂമി ലോകത്തേക്ക് ആദ്യമായി മഴ വർഷിച്ചത് ഈ ഒരു മുഹറം 10-ന്റെ സുദിനത്തിലാണ്. അതോടുകൂടി ഭൂമിയിൽ സസ്യലതാദികൾ മുളച്ചു പൊന്തിയതും വളർന്നു വന്നതും ഈ മുഹറം 10-ന്റെ സുദിനത്തിലാണ്. കൂടാതെ തീകുണ്ടാരത്തിൽ നിന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് രക്ഷ പ്രാപിച്ചതും ഈ ഒരു മുഹറം 10-ന്റെ ദിനത്തിലാണ്. അതുപോലെ തന്നെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫിറഔനിന്റെ ചതികളിൽ നിന്ന് രക്ഷപ്പെട്ടതും കൂടാതെ ഫിറഔനിനെ കടലിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുക്കി കൊന്നതും ഈ പരിശുദ്ധമായ മുഹറം 10-ന്റെ സുദിനത്തിലാണ്. അങ്ങനെ ഒരുപാട് നന്മകൾ, ഒരുപാട് സവിശേഷതകൾ, ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞ ഈ മുഹറം 10-ന്റെ സുദിനം തീർച്ചയായിട്ടും മുസ്ലിം ഉമ്മത്ത് പോർഷകൾ നിറഞ്ഞ ഈ സുന്ദരമായ നിമിഷത്തിൽ നമ്മൾ ചെയ്തു തീർക്കേണ്ട, പ്രധാനപ്പെട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില ദിക്റുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിൽ ഒന്നാമതായി നമുക്ക് പറയാനുള്ളത്, കുടുംബത്തിൽ വിശാലത ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്നത്തെ ഈ ഒരു സുന്ദരമായ നിമിഷം, ഈ സുന്ദരമായ ഒരു മുഹൂർത്തത്തെ നമ്മൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കണം. അതിന്റെ സമയം ആരംഭിക്കുന്നത് ഈ പരിശുദ്ധമായ മുഹറം 9 താസ്വായിന്റെ നോമ്പ് നമ്മിൽ നിന്ന് വിട പറഞ്ഞ് മഗ്‌രിബ് വാങ്കോട് കൂടി നമ്മളിലേക്ക് കടന്നു വരുന്നത് അൽഹംദുലില്ലാഹ് മുഹറം 10-ന്റെ രാവാണ്. അതിനാൽ തന്നെ ഈ 10-ന്റെ രാവ് നമ്മിലേക്ക് സമാഗതമാകുന്നതോടുകൂടി കുടുംബത്തിന് വിശാലത ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള സമയം ആരംഭിക്കുകയായി. അതിനാൽ തന്നെ നമ്മുടെ കുടുംബത്തിലെ ഗ്രഹനാഥന്മാർ ആരാണോ അവർ തൻ്റെ കുടുംബത്തിലുള്ള മക്കൾക്കും ഭാര്യ മാതാപിതാക്കൾക്കെല്ലാം കുടുംബത്തിൽ വിശാലത ചെയ്യാൻ വേണ്ടി തയ്യാറാവണം. അവർ ഇഷ്ടപ്പെടുന്ന, അവർ താല്പര്യപ്പെടുന്ന ഭക്ഷണം എന്താണോ അത് അവർക്ക് വാങ്ങിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാൻ ഇന്നത്തെ ഈ പരിശുദ്ധമായ രാവിനെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഇന്നത്തെ രാവിലും അതുപോലെ തന്നെ നാളത്തെ പകലിലും അങ്ങനെ ചെയ്യുന്ന വ്യക്തികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വർഷത്തിൽ അവനക്ക് ഒരു പ്രയാസവും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും നൽകിയില്ല.
കൂടാതെ എല്ലാ ബർക്കത്തുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു വർഷത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു വ്യക്തിക്ക് നൽകും. അതിനാൽ തന്നെ കുടുംബത്തിൽ വിശാലത ചെയ്യാൻ വേണ്ടി ഇന്നത്തെ രാവിനെ നമ്മൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കണം. ലാവശ്യമായിട്ട് ഒന്നും നമ്മൾ മടികരുതേണ്ട. ലാവശ്യമായിട്ട് നമ്മൾ ഭക്ഷണ വിശാലത ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് അവർ ആവശ്യപ്പെടുന്നത് അത് നമ്മൾ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി തയ്യാറാവണം. രണ്ടാമതായി പറയാനുള്ളത് ഈ ഒരു രാവിനെ ഹയാത്താക്കുക എന്നതാണ്. അത് നമ്മൾ മാക്സിമം ചെയ്യേണ്ടത് മഗ്രിബ്, ഇശാ, സുബ്ഹ് ഈ 3 നമസ്കാരങ്ങളും ജമാഅത്തായിട്ട് പരമാവധി നിസ്കരിക്കാൻ വേണ്ടി നിർവഹിക്കാൻ വേണ്ടി തയ്യാറാവുക. ഭാര്യമാരാണെങ്കിൽ അവരുടെ ഭവനങ്ങളിൽ വെച്ചും സഹോദരന്മാർ പള്ളികളിൽ വെച്ചെല്ലാം പരിശുദ്ധമായ ഈ ജമാഅത്ത് അത് മുടങ്ങാതെ നിർവഹിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് രാവിനെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. മൂന്നാമതായി പറയാനുള്ളത് നോമ്പിന്റെ കാര്യമാണ്. തീർച്ചയായിട്ടും മുഹറം 10ന്റെ നോമ്പ് ഏറ്റവും പവിത്രത നിറഞ്ഞ, ഏറ്റവും സവിശേഷത നിറഞ്ഞ നോമ്പാണ്. അതിനാൽ മുഹറം 10ന്റെ നോമ്പ് മാക്സിമം എല്ലാവരും നോറ്റിയെടുക്കാൻ വേണ്ടി തയ്യാറാവുക. കാരണം 60 മാസം അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇബാദത്ത് ചെയ്തതിന്റെ ഒരു ഒറ്റ രാത്രി കൊണ്ട് കൂലി ലഭിക്കുന്ന ഒരു സുന്ദര നിമിഷമാണ് നമ്മളിലേക്ക് സമാഗതമാവുന്നത്. അതുപോലെ തന്നെ 60 മാസം, അതായത് 60 വർഷം അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇബാദത്ത് ചെയ്തതിന്റെ കൂലി, അതായത് 60 മാസം പകലിൽ നോമ്പനുഷ്ഠിച്ചതും 60 മാസം രാത്രി നിന്ന് നമസ്കരിച്ചതിന്റെയും കൂലിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻക്ക് ഒരൊറ്റ രാത്രി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. അതിനാൽ ഈ മുഹറം 10ന്റെ ഈ നോമ്പ് അനുഷ്ഠിക്കുന്നതിലൂടെ ആ ഒരു വ്യക്തിക്ക് 60 വർഷം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇബാദത്ത് ചെയ്തതിന്റെ കൂലിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. അതിനാൽ തന്നെ അത് നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കണം, അല്ലെങ്കിൽ ശ്രദ്ധിക്കണം എന്നതാണ് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. പിന്നെ നമുക്ക് പറയാനുള്ളത് നമ്മുടെ ഇന്നത്തെ രാവിലെ സ്പെഷ്യലായിട്ട് നമ്മൾ ചെല്ലേണ്ട ദിക്റുകളാണ്. അതിൽ ഒന്നാമതായി പറയാനുള്ളത് ഈ ദിക്റുകൾ ധാരാളം വർദ്ധിപ്പിക്കുക, അധികരിപ്പിക്കുക. മാക്സിമം നമ്മൾ ഒരു 40 തവണയെങ്കിലും പ്രാവർത്തികമാക്കാൻ വേണ്ടി തയ്യാറാവുക. എന്താണ് ദിക്ർ പറയുന്നത്? ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ല, അല്ലാഹുവേ ആരാധിക്കാൻ അർഹനായ ആരുമില്ല. സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, അല്ലാഹു നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. തീർച്ചയായിട്ടും ഞാൻ അക്രമകാരികളിൽ പെട്ടവനാവുന്നു എന്ന് നമ്മൾ തീർച്ചയായിട്ടും സമ്മതിക്കുന്ന നാഥന്റെ മുന്നിൽ, നമ്മുടെ യജമാനന്റെ മുന്നിൽ സമ്മതിക്കുന്ന ആ ഒരു സുന്ദര വാചകമാണ് ഇതിലുള്ളത്. അതിനാൽ തന്നെ അല്ലാഹുവേ നീ പരിശുദ്ധനാണ്, നീ ഉന്നതനാണ്, നീ മഹാനാണ്, ഞാൻ പാപിയാണ്, ഞാൻ അക്രമത്തിൽപ്പെട്ടവനാണ് എന്ന് അള്ളാഹുവിന്റെ മുന്നിൽ സമ്മതിക്കുന്ന ഒരു പരിശുദ്ധമായ ദിക്റാണിത്. അതിനാൽ തന്നെ ഇത് 40 തവണ നമ്മൾ ഇന്നത്തെ രാവിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുക. രണ്ടാമതായി പറയാനുള്ളത് ദിക്ർ ഹസ്ബി അല്ലാഹു നിഅമൽ വക്കീൽ നിഅമൽ മൗല വ നിഅമൻ നസീർ. ഈ ഒരു ദിക്റാണ്. അല്ലാഹുവേ എനിക്ക് നീ മതിയായവനാണ്, ഭരമേൽപ്പിക്കപ്പെടാനും ഏറ്റവും നല്ലവനും മികച്ച സംരക്ഷകനും സഹായിയും നീയാണ് എന്നതാണ് ഈ പരിശുദ്ധമായ ദിക്റിന്റെ മാന. മൂന്നാമതായി നമ്മൾ പറയേണ്ട ദിക്ർ ഇപ്രകാരമാണ്. ത്തിന്റെ ഈ ഒരു ദിക്ർ 7 തവണ തെറ്റുകൂടാതെ നമ്മൾ പ്രാവർത്തികമാക്കാൻ വേണ്ടി തയ്യാറാവുക. അൽഹംദുലില്ലാ, ഈ ഒരു അസ്ബിയത്തിന്റെ ദിക്ർ പ്രാവർത്തികമാക്കുന്നതിലൂടെ ഒരു വർഷത്തേക്ക് അവനക്ക് മരണം സംഭവിക്കില്ല എന്നതാണ് ഹദീസിൽ നമ്മളെ മഹത്തുക്കൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും മരണപ്പെടുന്ന വ്യക്തികൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു പരിശുദ്ധമായ ഈ ഒരു ദിക്ർ 7 തവണ കൃത്യമായിട്ട് ഉച്ചാരണ ശൈലിയോട് കൂടി ആവർത്തിക്കാൻ സാധിക്കുകയില്ല എന്നതും ഹദീസിൽ വ്യക്തമാണ്. അതിനാൽ തന്നെ എല്ലാവർക്കും പാരായണം ചെയ്യാൻ സാധിക്കും. പക്ഷേ മനസ്സാധ്യതയോടു കൂടി റബ്ബിലേക്ക് തവക്കുൽ ചെയ്തുകൊണ്ട്
ആത്മാർത്ഥതയോടുകൂടി 7 തവണ ഉച്ചരിക്കാൻ സാധിക്കുന്ന ആളുകൾക്ക് ഈ വർഷത്തിൽ മരണം സംഭവിക്കില്ല എന്നതാണ് ഹദീസിൽ നിന്ന് വ്യക്തമാവുന്നത്. അതുപോലെ തന്നെ അടുത്ത ദിക്ർ എന്ന് പറയുന്നത് അടുത്ത നമ്മുടെ സൂറത്തുൽ ഇഖ്ലാസിന്റെ പാരായണമാണ്. തീർച്ചയായിട്ടും സൂറത്തുൽ ഇഖ്ലാസ് എല്ലാ ആവശ്യങ്ങൾക്കും ഉതകുന്ന ഒരു സൂറത്താണ്. അതിനാൽ തന്നെ 100 തവണ നമ്മൾ ഈ ഒരു സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യാൻ വേണ്ടി തയ്യാറാവുക. കാരണം 3 തവണ പാരായണം ചെയ്യുന്നതിലൂടെ തന്നെ ഖുർആൻ മൊത്തം പാരായണം ചെയ്തതിന്റെ കൂലി, അതായത് ഖത്തം ചെയ്ത കൂലിയാണ് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓഫർ നൽകുന്നത്. കൂടാതെ 10 തവണ പ്രാവർത്തികമാക്കുന്ന ഒരു വ്യക്തിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം, ഒരു സൗധം അല്ലാഹു സുബ്ഹാനഹു വ തആല പണിയും. അത്രത്തോളം പ്രാധാന്യമുള്ള മഹത്വമുള്ള ഈ സൂറത്തുൽ ഇഖ്ലാസിന്റെ പാരായണം ഇന്നത്തെ രാവിലെ നമ്മൾ പരമാവധി 100 തവണ പാരായണം ചെയ്യാൻ വേണ്ടി തയ്യാറാവുക. കൂടാതെ അടുത്ത് നമുക്ക് ദിക്ർ പരിചയപ്പെടുത്താനുള്ളത് സൂറത്ത് തൗബയുടെ ഈ അവസാനത്തെ 2 ആയത്ത്. അത് നമ്മൾ സൂറത്ത് തൗബയിലെ ഈ അവസാനത്തെ 2 ആയത്ത് അത് നമ്മൾ മുടങ്ങാതെ 1000 തവണയാണ് മഹത്തുക്കൾ നമ്മളെ പരിചയപ്പെടുത്തുന്നത്. എങ്കിലും 100 തവണ നമ്മൾ പാരായണം ചെയ്യാൻ വേണ്ടി തയ്യാറാവുക. ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസികും അസീസു അലൈഹി മാ അനിൻതു ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ഈ പരിശുദ്ധമായ ഈ ഒരു സൂറത്തിൻ തൗബയിലെ അവസാനത്തെ 2 ആയത്ത്, ഈ ഒരു ആയത്ത് ഇന്നത്തെ രാവിലെ നമ്മൾ മാക്സിമം പാരായണം ചെയ്യാൻ വേണ്ടി തയ്യാറാവുക. അൽഹംദുലില്ലാഹ്, ഈ പരിശുദ്ധമായ രാവിന്റെ എല്ലാ പോരിശകളും നേടിയെടുക്കുന്ന സജ്ജനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ തന്നെ നമ്മിൽ നിന്ന് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും എല്ലാം അനുഭവിക്കുന്ന എല്ലാവരുടെയും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായ രാവ് അതിന്റെ പോരിശ കൊണ്ട് ബർക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നീക്കി സൗഖ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടാതെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഉറ്റവർ ഉടയവർ എല്ലാവരുടെയും പരസഹിയായ ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല സുന്ദരമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് എല്ലാവരും മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക. കൂടാതെ ഇന്നത്തെ പരിശുദ്ധമായ രാവിലെ ഈ വിനീതന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് അവസരം കണ്ടെത്തുക. എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവുമെന്ന് ഞാൻ പറയുന്നു. അതുപോലെ തന്നെ ഈ പരിശുദ്ധമായ രാവിന്റെ ബർക്കത്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും മാറ്റി സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യുക.